ഒരുപാട് മോഹിച്ചത് നഷ്ടപ്പെടുമ്പോ ആർക്കാണെങ്കിലും സങ്കടം തോന്നും. എല്ലാം സഹിക്കുക. ഏയ്, എനിക്കത്ര വലിയ വിഷമമൊന്നുമില്ല. പിന്നെ കുട്ടിക്കാലം മുതലേ വീട്ടുകാരും അമ്മാവനൊക്കെ പറഞ്ഞു ഇവള് നിനക്കുള്ളതാണെന്ന്. അന്ന് മുതലേ സ്നേഹിച്ചു, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അതൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഇതൊരുമാതിരി ഒരല് മദ്രത്തോട് പരാതി പറയുന്ന പോലെ അല്ലേ? കുട്ടിയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ എന്റെ കാര്യം എത്ര നിസ്സാരം. പിന്നെ രോഹിണിയുടെ ഈ കാത്തിരിപ്പിന് കൊച്ചു തമ്പുരാൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രത്യാശയെങ്കിലും ഉണ്ടല്ലോ, അല്ലേ? കർത്താവേ, അവൻ തട്ടിപ്പോയെന്നാ തോന്നുന്നു. IPC 302. നീ അകത്തായത് തന്നെ. ഈ ബോഡി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ ബോഡി പറഞ്ഞിട്ട് അപ്പൊ പാര പറഞ്ഞിട്ടാണ് ജീവൻ പോയത്. ആരാ ജീവൻ? നിന്റെ അച്ഛൻ അനന്തപത്മനാഭൻ ഉർമീസ് അങ്ങനെ രണ്ടുപേരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളൂ എന്നുള്ള ഇദ്ദേഹം പറഞ്ഞത് അത് നിങ്ങളല്ലേ? ഉർമീസ് ഇവൻ തന്നെ. അനന്തൻ ഇവൻ തന്നെ. ഞാൻ അടുത്ത കുരിശ്. എന്താടോ നിങ്ങളിങ്ങനെ നോയിക്കൊണ്ടിരിക്കണേ എന്തിന്? ഇന്ന് ഒരുപാട് മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഞങ്ങൾക്ക് പോകണം. പണം എടുക്കി. പണം ഓസനോട് എത്തിക്കാൻ അയാൾ എന്നെ മറ്റണ്ടി ഒന്നുമല്ലോ. അല്ല പിന്നെ ശരി ശരി, തനിക്ക് പണമല്ലേ വേണ്ടത്? എത്രയാ? 300. ഒരു 100 രൂപ ഞാൻ. ഇത് പിന്നെ എന്തിനാ? എല്ലാം നമ്മുടെ പടലേക്ക് കെട്ടിവെച്ചിട്ടാണല്ലോ ഈ കാലമാടം ചത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശവം കത്തിക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ശവം എവിടെ പോയാവോ? ഇനി അവന്റെ ബോഡി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? എഴുന്നേറ്റ് സെമിത്തേരിയിലേക്ക് നടന്നു പോയതായിരിക്കും. തമ്മാടിക്കുഴി തൊലിഞ്ഞ കാമഡി പറയാതെ മുഖംമൂടി ഐഡിയ പറഞ്ഞു തന്നെ നീയല്ലേ? കൊലക്കുറ്റവാ. രണ്ടുപേരും ചേർന്ന് സമാധാനം പറയേണ്ടി വരും. ആംബുലൻസ് സെറ്റിൽ ചെയ്ത് അയച്ചോ? പ്രായമല്ല, ഞാൻ ചത്തിട്ടില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. 3-4 തവണ ആശുപത്രിക്കാരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പൊ ഔട്ട് ഓഫ് ഓർഡറാ. അതെനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിങ്ങ് പോന്നു. 1 മാസത്തെ ബെഡ് റെസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. വേണ്ടി വരും. കുണ്ടിയും കുത്തി വീണതല്ലേ? ഞാൻ സ്വന്തമായിട്ട് വീണതല്ലോ, പേടിപ്പിച്ച് തള്ളിയിട്ടതല്ലേ. പദശ്രമമാ, വകുപ്പ് വേറെയാ. ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. ഇപ്പൊ മൂസമ്പി ജ്യൂസ് കുടിക്കേണ്ട സമയമാ. പുഴിഞ്ഞോണ്ട് വാടോ. പറഞ്ഞത് കേട്ടില്ലേ? പുഴിഞ്ഞു കൊടുറ. പുഴിഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ ചോര പുഴി. എനിക്കും കൂടി പുഴിഞ്ഞോണ്ട് വാ എന്ന് പറയാനല്ലേ? വേറെ ആളെ നോക്കി കീഴേ. എന്താ പറഞ്ഞേ? അയ്യോ, നമുക്ക് പുഴിഞ്ഞു കളിക്കാം. വേണ്ട, താനൊരു പുല്ലും പറയണ്ട. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. താൻ പറഞ്ഞത് ഞാൻ കുറെ കേട്ടതാ. ആദ്യം താൻ റിസീവർ ആവുമെന്ന് പറഞ്ഞു, പിന്നെ അവനെ അവിടെ നിന്ന് ചാടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്റെ ശിങ്കടി കൂടി അവന്മാരുടെ കൂടെ ചേർന്നില്ലേ? ഇനിയിപ്പൊ താൻ എന്തോ വളർത്താനാ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ? വേണ്ട, കേൾക്കാനും കാണാനും എനിക്കിനി സമയമില്ല. എനിക്ക് അവകാശപ്പെട്ടിടത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുറച്ച് വിഷവും കിട്ടെടുത്തോ. വന്ന് തലയ്ക്ക് വെളിവില്ലാതായോ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ. താനെന്തോ മിണ്ടാതിരിക്കണത്? എന്തെങ്കിലും ഒന്ന് പറയണം. അയാൾ അടങ്ങിയിരിക്കില്ല. കാര്യം എന്റെ ചേട്ടനൊക്കെ തന്നെ. വാർമാരാ മോൻ ശങ്കരനാരായണനും എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നുണ്ട്. മോഹനവർമ്മയെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത സ്ഥിതിക്ക് റിസീവർ ഭരണം നീണ്ടുപോകുമോന്ന എനിക്ക് പേടി. അതിനൊരു മാർഗമേ ഉള്ളൂ. മോഹനവർമ്മ മരിച്ചു എന്ന് സ്ഥാപിക്കണം. എങ്ങനെ? അതിനുള്ള വഴി വളരെ ബുദ്ധിപൂർവ്വം ആലോചിക്കണം. ആലോചിച്ച് കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. മോഹനവർമ്മ എങ്ങാനും തിരിച്ചു വന്നാൽ? എവിടെ വരാൻ? അയാൾ ജീവിച്ചിരിപ്പുണ്ടാണെങ്കിൽ തന്റെയും തള്ളയും കൊല്ലപ്പെട്ടപ്പോ തന്നെ വരേണ്ടതല്ലായിരുന്നു. ഇനി ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും മരിച്ചു എന്ന് നമ്മൾ തെളിയിക്കണം. തെളിയിച്ചാൽ ചിത്തിരപുരം കൊട്ടാരം വർമാജിയുടെ പേരിലാക്കുന്നവരും ഈ ഞാനേറ്റു. എന്നാൽ അതിനുള്ള വഴി എളുപ്പം നോക്കാം. അവന്മാരവിടെ കയറി മേയുന്നത് എനിക്കൊട്ടും സഹിക്കുന്നില്ല. അനന്താ, പത്മനാഭ, എന്തിനാണ് രാവിലെ കിടന്ന് കൂവുന്നത്? നോക്കി, ഈ കൊട്ടാരത്തിന്റെ അവകാശി മോഹനവർമ്മ തമ്പുരാൻ കൊല്ലപ്പെട്ടു. മോഹനവർമ്മ തമ്പുരാൻ കൊല്ലപ്പെട്ടു. ചിത്തിരപുരം കൊട്ടാരത്തിന്റെ അവകാശിയും 2 വർഷം മുമ്പ് കൊല്ലപ്പെട്ട ഉദയവർമ്മ തമ്പുരാന്റെയും ഭാഗീരഥിബായി തമ്പുരാട്ടിയുടെയും ഏക മകൻ മോഹനവർമ്മ കൊല്ലപ്പെട്ടു. വർമ്മയുടേതെന്ന് സംശയിക്കപ്പെടുന്ന മൃതദേഹം കൽക്കട്ടയ്ക്കടുത്ത റെയിൽവേ ട്രാക്കിൽ തിരിച്ചറിയാനാവാത്ത വിധം ഛിന്നഭിന്നമായ നിലയിൽ കാണപ്പെട്ടു.
വിവരമറിഞ്ഞെത്തിയ അടുത്ത ബന്ധുക്കളായ നന്ദനവർമ്മയും മറ്റുമാണ് മൃതദേഹം മോഹനവർമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത ആഭരണങ്ങൾ മൃതദേഹം തിരിച്ചറിയാൻ ഇവരെ സഹായിച്ചു. ഏകദേശം 2 വർഷം മുമ്പ് ബാംഗ്ലൂരിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്ന മോഹനവർമ്മ അവിടുന്ന് ആരോടും പറയാതെ അപ്രത്യക്ഷനാവുകയായിരുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞ പോലായി നമ്മുടെ അവസ്ഥ. ഓ, ഈ കൊട്ടാരമായിട്ടൊന്ന് ഇഴുകി ചേർന്ന് വരികയായിരുന്നു. ഇനി ഇപ്പൊ മഹാഗണിയും ചന്ദനോർമ്മയും ചുമ്മാ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇന്ന് മുതൽ അവന്മാർ കളി തുടങ്ങും. എന്റെ സെബസ്ത്യാനോസ് പുണ്യാളാ, കുറച്ചു കാലം കൂടി ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ കടാക്ഷിച്ചാൽ അറുത്തുങ്കൽ പള്ളി കടപ്പുറം മുതൽ പള്ളി തിണ്ണവരെ ഈ ഉറുമി സുരുണ്ടോളാമേ. ഇത് എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ബാക്കിയുള്ള 1 കിലോമീറ്റർ ഉരുളാമെന്ന് നേർന്നു. തിരുപ്പതി പോയി തല മൊട്ടയടിക്കാമെന്നെങ്കിലും പറക്കില്ലേ? മോഹനവർമ്മ ഇന്ന് വരും നാളെ വരുന്ന കാത്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തന്നെ. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ഈ കെട്ട് എപ്പ അഴിക്കാം? എനിക്ക് തോന്നുമ്പോ അഴിക്കും. ആകാരക്കാര്യത്തിൽ ഒരു നിയന്ത്രണോ വേണ്ടെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്തിനാ ഈ കഞ്ഞി? ഇറച്ചി മീന് മുട്ടയൊക്കെ ആവാലോ. ചാവാൻ കിടക്കണവൻ എപ്പോഴും ആർത്തി കാണും. 3 നേരവും ചുട്ട പപ്പടവും ചമ്മന്തിയും ഉപ്പില്ലാത്ത കഞ്ഞിയും മാത്രമേ കൊടുക്കാവൂന്ന ഡോക്ടർ പറഞ്ഞത്. വേറൊന്നും കഴിക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വപ്പം വിഷം കൂടി ചേർത്ത് തരാം. ആ പൂതി മനസ്സിലിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബെഡ് റെസ്റ്റ് ഞാൻ ഒഴിവാക്കാം. നാളെ മുതൽ ഭക്ഷണം ചായക്കടയിൽ. പക്ഷെ ഒരു കാര്യം, പുറത്തു നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ തടിയുടെ കാര്യം ഞാൻ നാട്ടുകാരെടുത്ത് പറഞ്ഞു പോയെന്നിരിക്കും. എന്റെ കർത്താവെ, ചതിക്കരുത്. ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കി തരാം. എന്നാ താ ഉണക്ക നെത്തോലി ചുട്ടോണ്ട് വാ. ഓ. അത് കടിച്ച് കഞ്ഞി കുടിക്കാൻ നല്ല രസമാ. നെത്തോലി ചുട്ടോണ്ട് വരാം. ഇത് ഞങ്ങളെ ചൂടാതിരുന്നാ മതി. കെട്ടഴിക്ക്. കെട്ടഴിക്കാറായോ? ആ കെട്ടഴിക്കണോ? അവിനാശം. സ്വന്തം മോളെ മോഹനോർമ്മയെ കൊണ്ട് കെട്ടിച്ച് സ്വത്തുക്കൾ ഒന്നടങ്കം കൈക്കലാക്കാമെന്നല്ലേ ഇയാൾ കരുതിയത്? അത് തമ്പുരാനും തമ്പുരാട്ടിയും സമ്മതിക്കില്ല എന്ന് വന്നപ്പോ അവരെ കൊന്നു. എന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഇയാളുമായിട്ട് എനിക്ക് ഒരു കോംപ്രമൈസും വേണ്ട. അതേടാ, ഒന്നടാ. ഇല്ലെങ്കിലേ ചിത്രപുരം കൊട്ടാരത്തിലെ ഇളമുറക്കാരൻ കാര്യസ്ഥന്റെ മോളെയും കെട്ടി ജീവിക്കണ കാണാമായിരുന്നു. കുറുമ്പേ, ഞാൻ പോവുക. അങ്ങനെ അങ്ങ് പോയാലോ? ഇരിക്കുവർമ്മേ, എനിക്കൊരു സംഗതി നിങ്ങളോട് പറയാനുണ്ട്. എന്റെ ശത്രുവിന്റെ മുമ്പിൽ വെച്ചത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ശത്രുത അകറ്റുവോ അകറ്റാതിരിക്കുവോ അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. അതിലോട്ടൊന്നും ഞാൻ കൈകടത്തുന്നില്ല. എന്നാൽ ഒരു പൊതുശത്രുവിനെ ഒതുക്കാൻ നിങ്ങൾ ഒത്തുകൂടിയാൽ എന്താണ് തെറ്റ്? ആരാ ഈ പൊതുശത്രു? അഡ്വക്കേറ്റ് അനന്തപത്മനാഭൻ, ചിത്രപുരം കൊട്ടാരത്തിലെ റിസീവർ. നിങ്ങൾ തന്നെയല്ലേ അനന്തരവനെ അവിടെ അവരോധിച്ചത്? എന്നിട്ട് ഇപ്പൊ തിരിയാനെന്താ കാരണം? ശരിയാ, പക്ഷെ സ്വന്തവും ബന്ധവും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എന്നും ന്യായത്തിന്റെ കൂടാ. നിങ്ങളിൽ ആരാ കൊട്ടാരത്തിന്റെ അവകാശം എന്നുള്ള തർക്കം ഇപ്പോഴും കോടതിയില്ല. ഇനിയിപ്പോ മോഹനവർമ്മ മരിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാ. പക്ഷെ അവകാശം കിട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അതിനകത്തൊന്നും ഇല്ലെന്ന് വന്നാലോ? കുറിപ്പ് എന്താ പറയണമെന്ന് വെച്ചാൽ അതൊന്ന് തെളിച്ചു പറ. കാര്യം അവൻ എന്റെ അനന്തരവനാ. പക്ഷെ കൊട്ടാരം റിസീവർ ഭരണത്തിൽ വിട്ടത് അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടിയാ, അല്ലാതെ കട്ടുമുടിക്കാനല്ല. മനസ്സിലായില്ലേ? കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും അന്യ വീട്ടിലേക്ക് കടത്തുന്നുണ്ടെന്ന് എനിക്ക് കിട്ടിയ സൂചന. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നും ന്യായത്തിന്റെ കൂടെയാണെന്ന്. ഇനി നിങ്ങൾ തീരുമാനിച്ചോ, തമ്മിലടിക്കണോ അതോ നിങ്ങളുടെ കൊട്ടാരം രക്ഷിക്കണോന്ന്?